وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وآل كل وصحابة الفائزين برضا الله. أما بعد، أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وآية لكم الأرض الميتة أحييناها وأخرجنا منها حبا فمنه يأكلون وجعلنا فيها جنات من نخيل وأعناب وفجرنا فيها من العيون. صدق الله العظيم. സഹോദരങ്ങളെ, അള്ളാഹുടെ വലിയ ഖുദ്റത്തുകൾ, സാമർത്ഥ്യത്തുകളുള്ള ഉദാഹരണയും അതേപോലെ ഞങ്ങ ഈ ലോകത്തിൽ നിന്ന് അസ്തമിച്ചിട്ട് ഇനർക്ക് ഖിയാമന്നാലാവുമ്പോൾ ആഖിറാത്തുടെ ആ ലോകത്ത് പുനർജന്മമായിട്ട് വറകൊണ്ടുകൊടുത്തുണ്ട് വിഷയത്തുകളിലെ രണ്ട് വിഷയത്തുകളിലെ ദൃഷ്ടാന്തങ്ങൾ തെളിവാണ് അള്ളാഹു താല ചെന്നുകൊണ്ടുള്ളത്. രണ്ടാമത് വിശേഷിക്കുന്നത് അള്ളാഹു സുബ്ഹാനഹു വ തആല ബരടു ഭൂമിയിൽ അതൊരു ഹയാത്താക്കിയിട്ട് നിങ്ങൾക്ക് അള്ളാഹു താല ധാന്യങ്ങൾ തണ്ടുണ്ട്, ആഹാരങ്ങൾ തണ്ടുണ്ട്. ആഹാര ചൊല്ലുമ്പോൾ നടത്താക്കണം. ധാന്യങ്ങൾ, അരി, ഗോധി, ജോള പോലത്തെ മനുഷ്യരെ ജീവിത നിലനിൽപ്പ് അത്യാവശ്യമായ ആ വസ്തുക്കൾ കണ്ട വിഷയമാണ് ഖുർആൻ ചർച്ചയാക്കിയത്. അത് വലിയൊരു നിഅമത്താണ് അല്ലാഹു തആല നമുക്ക് തന്നത്. ഇത്രയും ലോകത്തിൽ അല്ലാഹു നമുക്ക് നിഅമത്ത് തണ്ടെങ്കും ധാന്യത്തെ മാത്രം എടുത്തു ചൊല്ലുകൊള്ള കാരണം മനുഷ്യന്മാർ ചൊമ്പത്തെ ആൾമാർ തിന്നിട വസ്തു ധാന്യങ്ങളായിട്ടിക്കട്, അരി പോലത്തെ വസ്തുക്കളായിട്ടിക്കട്. അതിലാണ് മനുഷ്യന്മാർ ജീവിച്ചുകൊണ്ടുള്ളത്. അങ്ങനെ തടി വെളയിടമേ അതിലായിട്ടിക്കട്. അങ്ങൊന്നുമില്ല. സുബൈക്കും തിന്നട് അരിലായിട്ടിക്കട്, ഉച്ചക്കും അതായിരിക്കട്, ജാവും അതായിരിക്കട്, അല്ലെങ്കിൽ അതിക്ക് സമാനമായ പൊടിച്ചിട്ട ഇന്നൊന്നാക്കിയിട്ട ഉള്ള വസ്തുക്കൾ. അതാണ് മനുഷ്യരെ ജീവിതം. അതിലേ മനുഷ്യർ ജീവിക്കട്. മനുഷ്യരെ എല്ലാ സ്വലാഹിയത്ത് അതിലായിരിക്കട്. ഇത് കുറഞ്ഞെങ്കിൽ മനുഷ്യർ അരിധാന്യങ്ങൾ കിട്ടില്ല, അരി പോലത്തെ വസ്തുക്കൾ കിട്ടില്ലെങ്കിൽ മനുഷ്യർ പിന്നെ ചൊമ്മ ടെൻഷനും ചൊമ്മ കഷ്ടങ്ങളായിരിക്കുമുണ്ട്, ഉപദ്രവങ്ങൾ യാറായിരിക്കുമുണ്ട്. മനുഷ്യർ പിന്നെ പസിപ്പും അല്ലേ, ഇവിടെ തന്നെ ദാരിദ്ര്യ ഹസിവ് യാറായിട്ട് പല വിഷമങ്ങൾ കാണും മനുഷ്യത്തിന്. അപ്പോൾ ലോകത്തിൽ പല നിലക്കുള്ള എന്തിനായിരിക്കട് ബുദ്ധിമുട്ടിൽ നിന്ന് രക്ഷിക്കണമെങ്കിൽ ഒരു ലോകത്തെ വ്യവസ്ഥരമേ സമതോലനത്തിൽ എത്തവേണ്ട ഒരു വസ്തുവായിരിക്കട് അരി പോലത്തെ വസ്തുക്കൾ. അതുകൊണ്ടാണ് ഖുർആൻ പ്രത്യേകിച്ച് അടിച്ചു തന്നത്. അക്രിമുൽ ഖുബ്സ ഫഇന്നല്ലാഹ അക്റമഹു ഫമൻ അക്റമൽ ഖുബ്സ അക്റമഹുല്ലാഹ്. ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊല്ലു, അക്രിമുൽ ഖുബ്സ, നിങ്ങൾ പത്തരുടെ ബഹുമാനിക്കണം. ഫഇന്നല്ലാഹ അക്റമഹു, അല്ലാഹു പത്തരെ ബഹുമാനിച്ചത്. ഫമൻ അക്റമൽ ഖുബ്സ, ഒരുത്ത പത്തരെ ബഹുമാനിച്ചെങ്കിൽ അക്റമഹുല്ലാഹ്, അല്ലാഹു അവൻ്റെ ബഹുമാനിക്കും. പത്തർ കൊണ്ട് ഉദ്ദേശിച്ച അതൊരു ഞങ്ങളുടെ നാശത്തുള്ളൊരു പേരാണ് നാ ചെന്നത്. പത്തരാവട്ടെ, ചപ്പാത്തി ആവട്ടെ, ദോശ ആവട്ടെ, അരി പോലത്തെ ധാന്യങ്ങളിൽ നിന്ന് ഉണ്ടാക്കണമെങ്കിലത്തെ വസ്തുക്കളെ, അഥവാ അരിയുടെയും അതിൽ നിന്നുണ്ടാക്കപ്പെട്ടെങ്കിലത്തെ വസ്തുക്കൾ, അല്ലെങ്കിൽ ഗോതിയിൽ നിന്നുണ്ടാക്കപ്പെട്ട വസ്തുക്കൾ, ഇത് നിങ്ങൾ ബഹുമാനിക്കുന്നുണ്ടാണ്. അപ്പോൾ നന്ദിര ഭാഗവും കൂടിയാണ്. നമുക്ക് ജീവിത വ്യവസ്ഥകൾ അല്ലാഹു തആല കാരണാക്കി വെച്ചെങ്കിലത്തെ ആ ആഹാരത്തെ ഞങ്ങൾ ബഹുമാനിക്കുന്നുണ്ട്. കാലി തിണ്ടെങ്കിൽ മയ്യാവല അല്ലേ. നന്ദി ചൊല്ലത് ഇസ്ലാം ദീൻ പരിപാടിയുടെ വലിയൊരു വിഷയമായിരിക്കണം. ഉപകാരാക്കി എനിക്ക് നന്ദിയാക്കണം.
അപ്പോൾ ഇതെല്ലാം ഞങ്ങളെ ജീവിത വ്യവസ്ഥിതമുള്ള വസ്തുവാണ്. അതിൽ നിങ്ങൾ ബഹുമാനിക്കണം. അക്രീമുൽ ഖുബ്സ, നിങ്ങൾ പത്തർ അല്ലെങ്കിൽ അരിയിൽ നിന്ന് ഉണ്ടാക്കപ്പെട്ട വസ്തുക്കളെ ബഹുമാനിക്കോറും. ഫഇന്ന അല്ലാഹ സഖറ ലഹു, ഈ അരി സാധനങ്ങൾക്ക് അല്ലാഹു തആല കീഴടക്കിയത് ബറകാത്തി സമാവാതി വല്ലം, ആകാശങ്ങളെയും ഭൂമിയുടെയും ബറക്കത്തുകൾ അതിന് അധീനത്തിലാണ് പണ്ട്. അതൊക്കെ അധീനപ്പെട്ട്, ഇരുമ്പുകളും അതൊക്കെ അധീനപ്പെട്ട്, പശുക്കളും അതൊക്കെ അധീനപ്പെട്ട്, മനുഷ്യന്മാരും അതൊക്കെ അധീനപ്പെട്ട്. എന്നിട്ട് ഇനിയും ചൊല്ലത് എന്തായിരിക്കട്, വലാ തുസ്നിദുൽ ഖിസ്അത ബിൽ ഖുബ്സ്, പിഞ്ഞാനത്തെ പത്തറുക നിങ്ങൾ ചേർക്കണ്ട എന്നതിനർത്ഥ പത്തറിന് മേലെ നിങ്ങൾ പിഞ്ഞാന വയ്ക്കണ്ട, അഥവാ അതിനെ നിസ്സാരപ്പെടുത്തിയിട്ട് അത് അടിയിലും മേല് പ്ലേറ്റ് പോലെ വെച്ചിട്ട് അതിനെ നിങ്ങൾ അടിയിലാക്കി നിസ്സാരപ്പെടുത്തണ്ട. ഫഇന്നഹു മഅഹാനഹു ഖൗമുൻ ഇല്ലബ്തലാഹുമുല്ലാഹു ബിൽ ജൂ, അരിസാധനങ്ങൾ പത്തറ് പോലത്തെ വസ്തു ഒരു മനുഷ്യൻ നിസ്സാരപ്പെടുത്തിയെങ്കിൽ, അതിനെ നല്ലതുപോലെ സൂക്ഷിക്കാണ്ട് നിസ്സാറായി കണ്ടെങ്കിൽ അള്ളാഹു അങ്ക് കൊടുക്കുന്ന ശിക്ഷയായിരിക്കട് പസിപ്പൂ ചൊല്ലത്, ഹസിബു ചൊല്ല് വലിയൊരു ബല ആണ് അള്ളാഹു അങ്ക് കൊടുക്കണേന്ന്. അള്ളാഹു കാത്തു രക്ഷിക്കുമാരാകട്ടെ. അവർക്ക് റസൂലുള്ളാഹി നിങ്ങൾ ദുആർക്കട്, അല്ലാഹുമ്മ മത്തിഅനാ ബിൽ ഇസ്ലാം, അല്ലാഹുവേ ഞങ്ങൾക്ക് നീ സുഖത ബിൽ ഇസ്ലാം, ഇസ്ലാം കൊണ്ട് സുഖത, വബിൽ ഖുബ്സ്, പത്തറ് കൊണ്ടും നീ സുഖത. ഫലൗലൽ ഖുബ്സു, പത്തരില്ല അല്ലെങ്കിൽ അരി സാധനങ്ങളില്ല, അരിയിൽ നിന്നുണ്ടാക്കപ്പെട്ട വസ്തുക്കൾ ഇല്ലാണ്ടായെങ്കിൽ മാസുന്ന ഞങ്ങൾക്ക് നോമ്പിടിക്കോ സാധ്യമില്ല, വല സൊല്ലൈന നിസ്കരിക്കോ സാധ്യമില്ല, വല ഹജ്ജന നിങ്ങൾക്ക് ഹജ്ജിക്ക് പോകാൻ സാധ്യമില്ല, വല ഖസൗന നിങ്ങൾക്ക് യുദ്ധത്തിന് പോകാൻ സാധ്യമില്ല. വർസുഖുനൽ ഖുബ്സ്, അല്ലാഹുവേ ഞങ്ങൾക്ക് നീ പത്തരുത, ഹിന്തത് ഗോദിത, അങ്ങനെ റസൂലുള്ളാഹി തങ്ങൾ ചൊന്ന ദുആർന്നിട്ടാണ്. അപ്പോൾ ടോട്ടലി ഇസ്ലാം ദീൻ വലിയ ബഹുമാനിക്കോ ചൊന്ന വസ്തുവാണ് ആഹാരധാന്യങ്ങൾ ചൊല്ലത്. എന്നിട്ട് ചൊല്ല് യുക്രമുൽ ഖുബ്സു ബി അഖ്സാമ യുംകിനു, എത്ര ബഹുമാനിക്കുന്നുണ്ടാണ് പത്തറ് പോലത്തെ വസ്തുക്കളെ. കാരണം മനുഷ്യ ഒരു പിടി ആഹാരം തിന്നുമ്പോൾ ഒരു പത്തര അല്ല പത്തര അരിയിൽ നിന്നുണ്ടാക്കപ്പെട്ട വസ്തുക്കൾ ഒരു പിടി തിന്നുമ്പോൾ ആ ഒരു പിടിയിൽ യാമലു അത് അമൽ ചെയ്ത് സ്വറാക്കട് സലാസമിയത്തോമ സിത്തോൻ 360 ആൾമാർ അതിൽ കയറ്റിട്ടിക്കിടാറുണ്ടായിരിക്കണം. അതുണ്ടാക്കാൻ വേണ്ടി 360 ആൾമാരിക്കിടാറ് മാർബാവത്. തുടങ്ങണമേ മീക്കായിൽ അലൈഹിസ്സലാം. മീക്കായിൽ അലൈഹിസ്സലാമാണ് ഒന്നാമത്തെ അതിക്ക് വേണ്ടി സ്വറാക്കട. ഞങ്ങൾ തിന്നടെ ആഹാരത്തുക്ക് ഞങ്ങളെ ചോറുക അല്ലെങ്കിൽ ഞങ്ങളെ പത്തറുക ഞങ്ങളെ ദോശക്ക് പോലത്തെ വസ്തുക്കൾക്ക് സ്വറാക്കട ഒന്നാമത് മീക്കായിൽ അലൈഹിസ്സലാമായിരിക്കട്. കാരണം റഹ്മത്തിലെ ഖസനാവിൽ നിന്ന് തന്നിടെ അളന്നിട്ടേ കണ്ട് മീക്കായിൽ അലൈഹിസ്സലാം. അതിൽ പിന്നെ മേഘത്തെ ബൽച്ചോബണ്ടെങ്കത്തെ മലായിക്കത്ത്, സൂര്യത്തെ ബൽച്ചോബണ്ടെ മലായിക്കത്ത്, ചന്ദ്രത്തെ ബൽച്ചോബണ്ടെ മലായിക്കത്ത്, ഗോളങ്ങളെ ബൽച്ചോബണ്ടെങ്കത്തെ മലായിക്കത്ത്, കാത്തിര ബൽച്ചോബണ്ടെ മലായിക്കത്ത്, ഇതെല്ലാം ഇതിനെ പരവത്തിൽ സ്വറെടുക്കത്. അങ്ങനെ എല്ലാവരും സ്വറായ കൊണ്ടാണ് കൂടെ ഞങ്ങൾ ധാന്യങ്ങൾ ഉണ്ടായിക്കിട്ട്. കാത്ത് വേണു, സൂര്യ വേണു, ചന്ദ്ര വേണു, തന്നി വേണു, എല്ലാം വേണു ഒരു അരി ഉണ്ടായിട്ട് കിട്ടുന്നുണ്ടായെങ്കിൽ. ദവാബുൽ അർദ്, ഭൂമിയിലെ മൃഗങ്ങളും അതിന് വേണ്ടി സ്വറെടുക്കരുത്. എന്ത് ഇതല്ലേ? അങ്ങനെ എടുത്തിട്ട് വാഹിറുഹും, ലാസ്റ്റ് ആളാണ് ഖുബ്ബാസ്. പത്തറ് ഉണ്ടാക്കി തൻ്റെ ആൾ, ചോറുണ്ടാക്കി തൻ്റെ ആൾ, ലാസ്റ്റ് സ്വറാക്ക ആളായിട്ട് കിട്ടുന്നുണ്ട്. ഇത്തരാളിലെ സ്വറത്തിലൂടെ കിട്ടിയ വസ്തുവാണ് ഞങ്ങൾ ഈ നിലക്കുള്ള ആഹാര വസ്തുക്കൾ. അപ്പം അതുകൊണ്ട് അതിനെ നിങ്ങൾ ബഹുമാനിക്കുന്നുണ്ടാണ്. അതിനെ ബഹുമാനിക്കുന്നതിൻ്റെ ഭാഗമായിട്ടുള്ള ഇനിയൊരു വിഷയമായിട്ടിക്കട് എൽത്തഖിതൽ കിസ്റത മിനൽ അർദ്. ചോറുണ്ടുമ്പോൾ ഒരു ചോറ് കീഴ് ബൂന്തുണ്ടായെങ്കിൽ, നാശാക്കുമ്പോൾ ഒരു നാശ ബൂന്തുണ്ടായെങ്കിൽ അതിന് ഞങ്ങൾ എടുക്കണം.
അതിൽ ഫുഡല്ല. അങ്ങനത്തെ പ്ലേറ്റ് ഫസ്റ്റ് നമ്മളെ ಟೇಬಲ್ ಕ್ಲೀನ್ ಆಗಿಟ್ಟ ಸುಪ್ರ ಕ್ಲೀನ್ ಆಗಿಟ್ಟ ಬಿಚ್ಚ ಮೀನೆ ಸುಲಾಭತ್ತೋಡು ಇಲ್ಲ ಮೀನು ಕಲ್ಕೊಳೋಡು പോയി കല്ലെത്തിരി തെല്ലാണെങ്കിലും ശരി എന്താക്കല്ല അതിന് ബുഡല്ല വയോക്കുലക എടുത്തിട്ട് തിന്നണോ? അത് അള്ളാഹുടെ നിയമത്തിനെ ബഹുമാനിക്കുന്നതിൻ്റെ ഭാഗമായിട്ടിരിക്കരുത്. ഇന്നത്തെ ആൾമാർ ബഫയും ബിഫയും എല്ലാം വന്നിട്ട് എടുത്ത വേണ്ടേ പിന്നെന്തായിട്ട് പിന്നെ കണക്കേയില്ല വേണ്ടെങ്കിൽ ബുഡീനൊന്നും എടുത്ത വേണ്ടേ. പൊട്രാസി വന്നിട്ട് ഇഡ്ഡ പ്ലേറ്റിൽ സ്വന്തം ഇട്ട വിഷയം വേറെ ഇട്ട വിഷയമല്ല. എന്നിട്ട് അത് ഇഷ്ടപ്പെട്ട് അത്ര ടേസ്റ്റ് ചെയ്യാറാ തൈലിനൊന്ന് വേറെ നിർത്തമുണ്ട്. തിന്നുകയില്ലെങ്കല്ല തിന്നുക കൊടുത്താൽ ഇതിനെ കാണാൻ ടേസ്റ്റിനൊന്നും ഇതോടെ ഉപയോഗിക്കാം എന്നൊന്നും നിർത്ത പറ. ഈ നിലയ്ക്ക് മനുഷ്യക്ക് നിയമത്തി യാറെ കൂടിയിട്ട് അള്ളാഹുടെ മറന്നിട്ട് ഇസ്രാഫുക മങ്ങിയത്തോടെയും അപ്പത്തെ മങ്ങിയത്തരും താളത്തരും ഇസ്രാഫുക ചെമ്മ നടന്നുകൊണ്ടുണ്ട്. പാതി പാതി തിന്നിട്ട് വലിച്ചെറിയത്തൊരു സാഹചര്യം. കോഴി ചെമ്മാവുമ്പോൾ പിന്നെ മനുഷ്യർ അതിൽ പാതി തിന്നിടെ പാതി വിട്ട് ഇങ്ങനത്തെ ഒരു സാഹചര്യങ്ങൾ കണ്ടുകൊണ്ടുണ്ട്. ഭൂമിതിരെ എടുത്ത് തിന്നണം, അത് അതിൻ്റെ ഭാഗമാണ്, ബഹുമാനിക്കുന്ന ഭാഗമാണ്. ബഹുമാനിച്ചില്ലെങ്കിൽ നിസ്സാരപ്പെടുത്തിയെങ്കിൽ റിസ്കിൽ അള്ളാഹു കഷ്ടത്തോടുണ്ടായിട്ട് ഹദീസ് പരിപാടി കൊണ്ടുള്ളേ. ഹബീബുന റസൂലുള്ളാഹി തങ്ങൾ ചൊല്ലു മൻ അകലമായ യസ്കുതു മിനൽ മാഇദതി ആശ ഫീ സാഅത്ത്. ഒരു മനുഷ്യ സുപ്രത്തിൽ നിന്നിട്ട് സുപ്രത്ത് ബോൾഡെങ്കത്തെ ആ ആഹാരത്തെ എടുത്ത് തിന്നാണ്ടായെങ്കിൽ ഓണക്ക് വിശാലമായ ജീവിതം കൊടുക്കൂ, റിസ്കിൽ വിശാലത കൊടുക്കൂ, ആഹാരത്തിൽ ബറക്കത്ത് കൊടുക്കൂ. വഊഫി ആയിട്ടില്ല അവൻ്റെ അല്ലാഹു ആഫിയത്ത് കൊടുക്കൂ. വലദിഹി വലതി വലദിഹി മക്കൾക്കും പുള്ളിമാർക്കും ആഫിയത്ത് കൊടുക്കും. മൂന്ന് ഒരു ആഹാരത്തിലുണ്ടായെങ്കിൽ മിനൽ ഹംതി അങ്ങ് പൊട്ടത്തരായി വരലാൻ മക്കളെ ബുദ്ധി പൊട്ടന്മാരായിട്ട് മന്ദബുദ്ധികളായിട്ട് ഞങ്ങളെ മക്ക വരലാൻ നല്ല സ്വഭാവികളായിട്ട് പറഞ്ഞുണ്ടായിരിക്കരുത്. മൂന്നെങ്കത്തെ ആഹാരത്തെടുക്കരുത്. ഹൂറിൽ ഇങ്ങനെ കൊടുക്കണം മഹറായിരിക്കരുത്. ഹൂറിൽ ഇങ്ങ അതുകൊണ്ട് അല്ലാഹു തആല റെഡിയാക്കണുണ്ടായിരിക്കരുത്. പിന്നെന്താ ചിന്ന പോലെ 10 രൂപ മേല് പിഞ്ഞാന വെച്ചിട്ട് അതിനെ നിസ്സാരപ്പെടുത്തുക, അതുപോലത്തെ വസ്തുക്കൾ വെച്ച് അതിനെ നിസ്സാരപ്പെടുത്തുക തീരാ. കരിബീത്ത വേറെല്ലാം ലോട്ടെല്ലാം വെച്ചിട്ട് അതിനെ നിസ്സാരപ്പെടുത്തുക തീരാ. അതേപോലെ ടിഷ്യൂ പേപ്പർ പോലെ 10 അല്ലെങ്കിൽ ചപ്പാത്തി എടുത്തിട്ട് കൈ തോത്തര് ടിഷ്യൂ പേപ്പർ പോലെ എന്നിട്ട് അതിലവിടെ വലിച്ചെറിയ തീരാ. കൈ തോത്തിട്ട് അതിൽ തിന്ന കരി അംശം അത് കിട്ടിട്ട് തിന്നിട്ട് അത് വേറെ വിഷയമാണ്. ടിഷ്യൂ പോലെ അതിലാക്കിയിട്ട് ഇടുക തീരാ. അത് വലിയ എനിക്ക് ബറക്കത്ത് നഷ്ടപ്പെട്ടു പോകുന്നുണ്ടായിരിക്കരുത്. അതേപോലെ ഇമാമിങ്ങ ചൊല്ലത് 10 രൂപ അല്ലെങ്കിൽ അതുപോലത്തെ നാഷ്ടങ്ങൾ മേൽഭാഗത്തിനിടെ അടിഭാഗം വിട്ടേ ഒന്നേറ്റല്ലേ ഉൾഭാഗത്തിനിടെ 10 ഭാഗം വലിച്ചേരെ സൈഡ് തിന്നിടെ ബാക്കി വിട്ട് അത് കൽത്തപ്പോ ആയിട്ടിക്കും. അതിൽ സൈഡ് തിന്നിടെ ബാക്കിയുടെ വിട്ട് അതിലേറെ ഇതെല്ലാം പാടില്ല. ഇതെല്ലാം നിങ്ങൾക്ക് ചുമ ഉപ്പത്തിലാക്കണമെങ്കിൽ വസ്തുവായിട്ടിക്കട്. ഇതുകൊണ്ടിട്ടു ഇങ്ങനെ ഞങ്ങൾ ആഹാരത്തെ നിസ്സാരപ്പെടുത്തിയെങ്കിൽ അതുകൊണ്ടിട്ടു വിലയേരിക്ക് അല്ലേ വിലയേരിക്ക് വസ്തുങ്ങൾക്ക് വിലയാറവിടെ, അതേപോലെ ക്ഷാമം ഉണ്ടാവിടെ. ഇതെല്ലാം ഇതര ഭാഗമായിട്ട് ബണ്ടെങ്കത്തെ വിഷയമായിരിക്കട്. അങ്ങനെ ചൊമ്മ വിഷയങ്ങളും ഇതുമായി ബന്ധപ്പെട്ട് ഇമാമിങ്ങ തഫ്സീറിൽ ചൊന്നെങ്കത്തെ വിഷയം തഫ്സീർ കിതാബിലുള്ള വിഷയമായിരിക്കും ഇതെല്ലാം. അതിൽ പിന്നെ അള്ളാഹു താല നങ്കാക്കി നിയാമത്ത് ബരട് ഭൂമിക്ക് തന്നി പീത്തിയ അള്ളാഹു ആ ബരട് ഭൂമിയിൽ നിന്നിട്ട് നങ്ക് തണ്ടെങ്കത്തെ നിയാമത്തുകളെ ചൊല്ലു. ഫീഹ ഭൂമിയിൽ നങ് ആക്കിറ സൃഷ്ടിച്ചിറ സംവിധാനാക്കിറ ജന്നാത്തിൻ പല തോട്ടങ്ങൾ മനുഷ്യന്മാരെ ജീവിത വ്യവസ്ഥക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ ഭൂമിയിൽ തോട്ടങ്ങളാക്കിറ. എന്തിർത്ത തോട്ട മിൻ നഖീൽ ഈത്തവള മരത്തെ തോട്ട ഈത്തവള മരത്തെ തോട്ട നന്നാക്കിറ. വ അനാബിൻ ദ്രാക്ഷി തോട്ടങ്ങളുമാക്കിറ മുന്തിരിക തോട്ടങ്ങളുമാക്കിറ. വഫജ്ജർന ഫീഹ മിനൽ ഉയൂൻ ഭൂമിയിൽ ഞങ്ങ ഉറവ് ബർബാറ്റിര മിനൽ ഉയൂൻ പല ഉറവിടങ്ങൾ നദികളും പൊസരകളും ഭൂമിയിൽ ഞങ്ങൾ ഉണ്ടാക്കി തന്നറ. അള്ളാഹു താല ഭൂമിയിലൂടെ ഞങ്ങൾക്ക് തന്നെ നിയമത്തും അള്ളാഹുടെ സാമർഥ്യവും തന്നുകൊണ്ടുള്ളേ. ഭൂമിയിൽ പല തോട്ടങ്ങളും അള്ളാഹു നമുക്ക് ഉണ്ടാക്കി തന്നൊരു തോട്ടങ്ങൾ. ആ തോട്ടത്തെ കൂട്ടത്തിൽ ഭൂമി അള്ളാഹു ഖുർആൻ എടുത്തു ചെന്ന വിഷയമായിരിക്കട് ഈത്തപ്പലവും ദ്രാക്ഷി ചൊല്ലത്. അത് വലിയൊരു ഇസ്ലാം ദീൻ മഹത്വം കൊടുത്തെങ്കിലത്തെ 2 ഫ്രൂട്ട്സ് ആയിരിക്കട്. സക്കാത്തിൽ ചൊല്ലുമ്പോൾ ഒന്ന് ഈ അരി സാധനങ്ങളെ സക്കാത്ത്,
പിന്നൊന്നു എന്തായിരിക്കട് ദ്രാക്ഷിയും അതുപോലെ ഈത്തപ്പഴ അല്ലെങ്കിൽ കറക്ക. നേരെ മറിച്ച് ആപ്പിള്, മാങ്ങ, സഫർജൽ, അണാർ അതൊക്കേക്കും നേരിട്ട് സക്കാത്തില്ല. കച്ചവടത്തെ വിഷയം വേറെ, അത് വിളച്ചുകൊണ്ട് നിലയ്ക്ക് സക്കാത്തില്ല. ഇതൊക്കെയാണ് സക്കാത്ത് ഇസ്ലാമിനാക്കിയിട്ടുള്ളത്. അപ്പോൾ അതിൽ ചമ്മ വിഷയങ്ങളുണ്ട്. ഈ ലോകത്തിൽ എത്രയുള്ള ഫ്രൂട്ട്സ് ഉണ്ട്, എത്ര ഇനങ്ങളായ ഫ്രൂട്ട്സ് ഈ ലോകത്തിലുണ്ട്. ഒരു വലിയൊരു ഫ്രൂട്ട്സിന് അങ്ങാടി പോയിട്ട് ഞങ്ങൾ നോക്കിയിട്ടുണ്ടെങ്കിൽ എത്ര നമ്മുടെ ഫ്രൂട്ട്സിനും കാട്ടക്കോടും. ഓരോ കാലത്ത് വേറെ വേറെ ഫ്രൂട്ട്സുമുണ്ട്. എൻ്റെ ഈ ഫ്രൂട്ട്സുകളെ കൂട്ടത്തിൽ ഈത്തപ്പഴത്തെയും മുന്തിരിങ്ങനെ മാത്രമേ ചൊല്ലുകൊള്ള ഖുർആൻ ചൊല്ലുകൊള്ള കാരണം എന്തേ? ഈത്തപ്പഴത്തെയും മുന്തിരിങ്ങനെ എടുത്തിട്ട് ഖുർആൻ ചൊല്ലുകൊള്ള കാരണം എന്തേ? അതിക്ക് ചൊമ്മ കാരണമുണ്ടോ? ഒരു കൊറിയ വിഷയം ഞങ്ങൾ അതിൽ പഠിക്കാം. ഈത്തപ്പഴവുമായി ബന്ധപ്പെട്ട വിഷയം. ഈത്തപ്പഴ മര അത് മെയിനായിട്ട് ചൊമ്മ ഉപകാരമുള്ളതാണ് മനുഷ്യർക്ക്. ആരോഗ്യത്തെ വിഷയത്തിലും പല വിഷയത്തിലും അത് ഉപകാരമുണ്ട്. അതേപോലെ അതിൽ ഉണ്ടാക്കിയ വിഷയങ്ങളും അത് നമുക്ക് വലിയൊരു ബന്ധമുണ്ടെങ്കിൽ വിഷയമായിരിക്കും. അഥവാ ഈ ഭൂമി ലോകത്തിൽ സ്ഥിരമായിട്ടുണ്ടായ ഫസ്റ്റ് മരമേ ഈത്തപ്പഴത്തെ മരമായിരിക്കും. ഈത്തപ്പഴ സസി ഫസ്റ്റ് ഉണ്ടായത്. ഈത്തപ്പഴത്തെ സസിരെ ഞങ്ങളെ മാതൃ സഹോദരി അഥവാ എന്തിനാണ് ചൊല്ലാം, ഒരു മാമിയുണ്ട് ഞങ്ങൾ ചൊല്ലാണ്ടാണ് ഈ മാമിക്ക് വഴിപാട്. എന്തുകൊണ്ടിട്ടു? ആദം നബി അലൈഹി സ്വലാമിനെ സൃഷ്ടിച്ച് ആ മണ്ണിടെ അതിൽ നിന്നിട്ട് ബാക്കി വന്ന മണ്ണിടെ നിന്നിട്ട് ഉണ്ടാക്കിയത് ഈത്തപ്പഴ സസി. അപ്പോൾ ആദം നബി അലൈഹി സ്വലാമിൻ്റെ സഹോദരി പോലെ പണ്ടുണ്ടാണ് കിതാബുകളിലെ മാമിക്ക് സുന്ദര വിഷയമാണ്. മനുഷ്യരൊട്ടിക്ക് വലിയ ഒരു സാദർശ ഒരു സമ ഉല്ലംഘിച്ച വസ്തുവാണ്, മനുഷ്യ സ്വഭാവമുള്ള വസ്തുവാണ് ഈത്തപ്പഴ തൈ മറ. ഈത്തപ്പഴത്തെ മരത്തുക മനുഷ്യരുടെ പല സ്വഭാവങ്ങളുണ്ടായിരിക്കുന്നത്. ഒന്നാമത്തത് അതിൽ തടി ഇങ്ങനെ നേര അത് വാര അവിടെ പൊടി ഈത്തപ്പഴത്തെ സസി ചൊമ്മ നേരായിട്ട് കിടക്കണേ മനുഷ്യരെ പോലെ. അതേപോലെ ഉദ്ദത്തിക്ക് പോണ്ടേ, അതിങ്ങനെ പറന്നുകൊണ്ട് പോണ്ടല്ല, ഉദ്ദത്തിന് മേലെ പോണ്ടേ മനുഷ്യരെ പോലെ. അതേപോലെ അതിൽ ആണ് പേര പെണ്ണ് പേര ചെന്നിട്ടു അതിൽ ഗൊന്തുല്ലങ്ക് അത് പൊന്തിക്കരുത്. ആണ് ഈത്തപ്പഴ തൈ പെണ്ണ് ഈത്തപ്പഴ തൈ ചെന്ന് വെച്ചാൽ വ്യക്തമായിട്ട് കൊന്താവും. അതേപോലെ അത് ആണും പെണ്ണായിട്ട് ആണ് സസിയും പെണ്ണ് സസിയായിട്ട് ബന്ധപ്പെട്ട് ഒട്ടവിടെ ചെന്നിട്ട് ഈത്തപ്പഴത്തെ സ്വഭാവമാണ്. കാളി ആണ് മാത്രം ഈത്തപ്പഴത്തെ സസി എന്നുണ്ടെങ്കിൽ തെങ്ങിലിപ്പോൾ താങ്ങി വന്ന പോലെ ഈത്തപ്പഴത്തെ സസിയിൽ എന്ത് പണില്ല, ഈത്തപ്പഴ വണ്ടില്ല. തയ്യാവും ഈത്തപ്പഴ പറഞ്ഞുണ്ടായെങ്കിൽ ആണും പെണ്ണായിട്ട് ബന്ധപ്പെടണം. അതേപോലെ അതിൽ എന്തായിരിക്കട് പൂത്തണ്ട് ചെന്നെങ്കിൽ അതിൽ കൊല, ആ കൊലയുടെ ആരംഭമുണ്ടല്ലോ, പൂ അവിടെ അതിൽ ആരംഭം. അതിൽ മണ അത് മനിയുടെ മണ, മനുഷ്യരെ മനിയുടെ മണ, ഇന്ദ്രിയത്തെ മണ ആയിട്ടിക്കട്. അതേപോലെ അതിൽ പൂത്തണ്ട് നാശന്നെങ്കത്തെ അതിൽ കൊല അതിൽ ഈത്തപ്പഴം ഉണ്ട് അവിടെ തണ്ടുക്ക് ഒരു പ്രത്യേക ഒര ഉണ്ട്, ഒരു അതിൽ ആവരണാക്ക വസ്തു. അതേതുപോലെ ഒരു കിടാവ് പ്രസവിക്കുമ്പോൾ ആ കിടാവോട് ചുറ്റിലും ഒരു മാവ് പോലത്തെ വസ്തുക്കൾ പൊതിഞ്ഞ പോലെ ഈത്തപ്പഴ അവിടെ മുന്നലും അതിനിങ്ങനെ പൊതിയാണ്. ഇങ്ങനെ മനുഷ്യ സ്വഭാവങ്ങളെ കൊണ്ടു. എന്നിട്ട് ഈത്തപ്പഴത്തെ തലയുടെ മീറ്റു ഇല്ല എന്താക്കിയെങ്കിൽ അതിൽ തലയുടെ കൊടി ഭാഗത്ത് കട്ടാക്കിയെങ്കിൽ ഈത്തപ്പഴ ചത്തുകൊണ്ട്. ഇതുപോലെ മനുഷ്യർ തല മീറ്റ് മുറിച്ചെങ്കിൽ ചാവിടെ പോലെ മനുഷ്യ മരിക്കുന്ന പോലെ ഈത്തപ്പഴവും എന്താവിടോ അതും ചത്തുപോണ്ടുണ്ടായിരിക്കണം. അങ്ങനെ അച്ഛനല്ലേ മനുഷ്യ സാധാരണ ഒരു കുട്ടി ജനിക്കണ ആണും പെണ്ണ് ബന്ധപ്പെടും. അതേപോലെ ഇതുക്കും ബന്ധപ്പെടാണ്ട് ആണും പെണ്ണ് ചൊല്ലത് ബന്ധപ്പെടാണ്ട് ഈത്തപ്പഴ സസ്യം ഉണ്ടാവില്ലാണ്ടായിരിക്കണം. അതേപോലെ മനുഷ്യരുടെ മുള്ളുടെ ഉൾഭാഗങ്ങളിലെ മജ്ജാണ്ടുണ്ട്. ഞങ്ങൾ ഒരു ആടുടെ എന്താ ഒരു കാല് അല്ലെങ്കിൽ അതിന് മുള്ളു തിന്നുമ്പോൾ ഉൾഗത്തെ ഒരു വസ്തു ഞങ്ങൾ ബലിക്കിടാം. അതൊരു ടേസ്റ്റും ആരോഗ്യമായ വസ്തുവായിട്ടിക്കരുത്. അപ്പോൾ അങ്ങനെ നിൽക്കുമ്പോൾ അതേപോലെ മനുഷ്യരെ മുള്ളുടുൽക്കത്തിൽ മജ്ജാൻ്റെ ഒരു വസ്തു ഉണ്ട്, മുള്ളുടുൽക്ക ആടുകളായിട്ട് ചെന്ന പോലെ. അത് മനുഷ്യര് ഇല്ലാണ്ടായെങ്കിൽ പിന്നെ എന്തായിരിക്കണം, മനുഷ്യരുടെ ജീവിതത്തിൽ വലിയ അപകടമാണ്. അതേപോലെ ഈത്തപ്പഴത്തെ സസിൽ അങ്ങനത്തെ ഒരു മജ്ജാച്ചുള്ള വസ്തുവുണ്ട്. അതിൽ പല ഇതിൽ വേരുകളിൽ അത് മീറ്റ് ഉപദ്രവം ഉണ്ടായെങ്കിൽ പിന്നെ അത് ചെയ്ക്കിടെ കഷ്ടം ഉണ്ടായിരിക്കും.
എന്നിട്ട് ഈത്ത പോലത്തെ ആണും പെണ്ണായ തൈങ്ങ മുട്ട ഇന്തുണ്ടായെങ്കിൽ ചൊമ്മ ഈത്തപ്പല അവിടെ ഉണ്ടായിരിക്കും. ആരെങ്കിലും ഈത്തപ്പല കൃഷി ആക്കലുണ്ടായെങ്കിൽ ശ്രദ്ധിക്കണം. ആണും പെണ്ണുടെ മുട്ട ഞങ്ങൾ വെച്ചുണ്ടായെങ്കിൽ ചൊമ്മ ഈത്തപ്പല അതിലുണ്ടാവുന്നുണ്ടായിരിക്കും. കാരണം അത് പരസ്പരം ಅದಕ್ಕೆ ಸಂತೋಷ ഉണ്ടാവുന്നുണ്ടായിരിക്കും. അങ്ങനെ സന്തോഷം ഉണ്ടാവുന്നുണ്ടായിരിക്കും. അതുകൊണ്ടിട്ടു എന്തായിരിക്കും ಅದಕ್ಕೆ എന്താ അവിടെ ಯಾರ ഇതുണ്ടാവുന്നുണ്ട്, അത് ഈത്തപ്പല ഉണ്ടാവുന്നുണ്ട്. അതേപോലെ ആണ്ടെ പെണ്ണിട്ട് ദൂരം ആക്കിയിട്ടുണ്ടായെങ്കിൽ പിന്നെ അതിൽ ഈത്തപ്പല ഉണ്ട്, അവിടെ കഷ്ട ചെന്നിട്ടു. എന്നിട്ട് അത് പരസ്പരം പിരിസാക്കട്, ആണും പെണ്ണ് പിരിസാക്കട് ഈത്തപ്പല മരങ്ങൾ ഒരു മര ഇനൊരു മരത്തുക്ക് താണ്ടി കൊണ്ടിക്കടെ, അതെല്ലാം അതിൻ്റെ ഭാഗമാണ്. അത് ഈത്തപ്പല എപ്പോഴും ഒരു മെലിഞ്ഞിട്ട് അതിൽ എന്താവില്ലാണ്ടായെങ്കിൽ ഈത്തപ്പലസം ആവില്ലാണ്ടായെങ്കിൽ അപ്പോൾ ഞങ്ങൾ ആലോചനാക്കണു അത് പരസ്പര താണ്ടി കൊണ്ടുണ്ടു അപ്പുറം ഇപ്പുറം തൈങ്ങ. എന്നിട്ട് അതിൽ നിങ്ങൾ എന്താക്കണം ജോഡനാക്കി കൊടുക്കുന്നുണ്ടായിട്ടിക്കട്. എവിടെ അത് ചായട അവിടെ എന്ത് ബള്ളി കെട്ടിട്ടായെങ്കിൽ അതിൽ ജോഡനാക്കി കൊടുക്കണോ. അപ്പം അതിൽ പിന്നെ ആയിത്തര വേഗത്തിൽ ചൊമ്മ എന്തിനുണ്ടാവുള്ളൂ ഈത്തപ്പല വേഗത്തിൽ ഉണ്ടാവുന്നുണ്ടായിട്ടിക്കട്. അങ്ങനെ ചൊമ്മ ഇതുപോലത്തെ ആരോഗ്യവശങ്ങൾ ചൊമ്മയുമുണ്ട് ഈത്തപ്പലത്തെ സസികം ഈത്തപ്പലത്തിൽ. അപ്പോൾ ചുരുക്കി തന്നെ മനുഷ്യ സ്വഭാവമുള്ള ഒരു വസ്തുവാണ് ഈത്തപ്പല ചൊല്ലത്. അതുകൊണ്ടാണ് പരിശുദ്ധമായ ഖുർആൻ ഈത്തപ്പഴത്തെ പ്രത്യേകിച്ച് അതിലെ സസിരെ അതിലെ മരത്തെ ഖുർആൻ എടുത്തു ചൊല്ലുകയുള്ള കാരണം എല്ലാ ഹൈക്മത്തുകളും തന്ത്രങ്ങളും നിയമത്തുകളും പഠിച്ചിട്ട് അതൊക്കെ ശുക്രോടുകൂടെ ജീവിച്ചിട്ട് അള്ളാഹുടെ പൊരുത്തം കരസ്ഥമാക്കണം മുഅ്മിനീങ്ങൾ എല്ലാവരും പിടിച്ചു തരുമാറാകട്ടെ. പരിശുദ്ധമായ റമദാൻ ദുനിയാവ് ആഖിറ വിജയത്തുള്ള തിങ്കളാകട്ടെ. ലൈലത്തുൽ ഖദ്റിന്റെ മഹാഭാഗ്യം അള്ളാഹു തന്നിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ. വിഷമങ്ങൾ, ടെൻഷന്, ബലാ, മുസീബത്ത്, കഷ്ടത്തരങ്ങൾ, എല്ലാ തന്ത്രങ്ങൾ, കടങ്ങൾ, എല്ലാ നിലക്കുള്ള രോഗങ്ങൾ, എല്ലാ ബലാ മുസീബത്തിനെ തൊട്ടും ഞങ്ങളുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ അള്ളാഹു കാത്ത് സലാമത്താക്കി തരുമാറാകട്ടെ. ഫിലസ്തീൻ മുസ്ലിമീങ്ങൾക്കും ലോക മുസ്ലിമീങ്ങൾ അള്ളാഹു സമാധാനാന്തരീക്ഷയും വിജയവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.